വ്യത്യസ്തമായ എനർജി പാർട്ട്ണർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യം ഇല്ല. വിവരങ്ങൾ നൽകുന്നു രഞ്ജിൽ. MS ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനും അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അതുപോലെ തന്നെ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ഈ ഒരു കേസിൽ ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി 2 തവണ പരിഗണിച്ച ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തി അത് ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നത്. കേസിൽ പ്രധാനമായും പത്മകുമാറും അതുപോലെ തന്നെ ഗോവർദ്ധനും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത്, പത്മകുമാർ ഉന്നയിച്ചത് തനിക്ക് കേസുമായി ബന്ധമില്ല അല്ലെങ്കിൽ തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന ഒരു വാദമായിരുന്നു പത്മകുമാർ ഉന്നയിച്ചത്. അതേപോലെ തന്നെ താൻ റിമാൻഡിലായിട്ട് 52 ദിവസമായി തന്നെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡിലാക്കിയതാണ്, തന്നെ ഇതിൽ നിന്നും വിട്ടയക്കണം അല്ലെങ്കിൽ കേസിൽ നിന്നും തന്നെ മുക്തനാക്കണം എന്നൊരു ആവശ്യമായിരുന്നു പത്മകുമാർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ആവശ്യം കോടതി പാടെ നിഷേധിക്കുകയായിരുന്നു. കാരണം കേസുമായി ബന്ധപ്പെട്ട് SIT ഉന്നയിച്ച എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. SIT മുന്നോട്ട് വെച്ച ഈ വാദം, അതായത് അല്ലെങ്കിൽ രേഖ എന്ന് പറയുന്നത് പത്മകുമാർ ആണ് ഇത്തരത്തിൽ മഹസറിൽ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത്, തൻ്റെ കൈപ്പടയിൽ രേഖപ്പെടുത്തിയത്. ആ ഒരു പത്മകുമാറിന്റെ നീക്കമായിരുന്നു ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായത് എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. അത് കോടതി അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറഞ്ഞത് താൻ അന്ന് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അത് തിരികെ നൽകിയിരുന്നു. കൂടാതെ 10 ലക്ഷം രൂപയോളം ശബരിമലയിൽ സംഭാവനയായി നൽകിയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഇത്തരത്തിൽ സംഭാവനകൾ നൽകാറുള്ള ഒരു വ്യക്തിയാണ് തന്നെ കുടുക്കിയതാണ് എന്നൊരു ആവശ്യമാണ്, അത്തരം ഒരു കാര്യമായിരുന്നു ഗോവർദ്ധൻ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഹൈക്കോടതി പാടെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. SIT ഇതിന് എതിർവാദമായി പറഞ്ഞിരുന്നത് ഗോവർദ്ധനാണ് ഇതിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഈ കവർച്ച സംഘത്തിനെ സഹായിച്ചത് അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് സഹായിച്ചത് ഗോവർദ്ധനാണ് എന്നൊരു കാര്യമാണ് SIT കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഗോവർദ്ധൻ ജാമ്യം നൽകിയാൽ അത് കേസിനെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നൊരു കാര്യമായിരുന്നു SIT മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും SITയുടെ ഒരു വാദം തന്നെ കോടതി അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. കേസിൽ 3 പേർക്കും ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. മുരാരി ബാബു, അതുപോലെ തന്നെ പത്മകുമാർ, അതേപോലെ തന്നെ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ശരി.